ഹലോ എവരി വൺ, വെൽക്കം ടു ലേൺ വിത്ത് അനാമിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സെം എം.കോമിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ചാപ്റ്റർ 4 ആൻഡ് 5, അതായത് ഹൈപ്പോത്തസിസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഹൈപ്പോത്തസിസിൽ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് ഹൈപ്പോത്തസിസ് എന്താ, സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന 2 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 6 കൊടുത്തത് റിപ്പീറ്റായി വരുന്ന ക്വസ്റ്റ്യൻസിനാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. പിന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താ, സ്റ്റാൻഡേർഡ് എറർ എന്താ, ഇതൊക്കെ തിയറിക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്തത് ചോദിക്കുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അത് റിപ്പീറ്റായിട്ട് വരുന്ന തിയറി ക്വസ്റ്റ്യൻ ആണ് 2 വെയിറ്റേജിന്. പിന്നെ ടൈപ്പ് 1 എറർ എന്താ, ടൈപ്പ് 2 എറർ എന്താ, ഇതൊക്കെ ടെസ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, 2 വെയിറ്റേജിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. പിന്നെ ക്രിട്ടിക്കൽ റീജിയൻ എന്താ, പിന്നെ 2 ടൈൽഡ് ടെസ്റ്റ് ഓർ 1 ടൈൽഡ് ടെസ്റ്റ്, അതും തിയറി ആയിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ അക്സെപ്റ്റഡ് റീജിയനും റിജക്ഷൻ റീജിയനും, ഇതൊക്കെ തിയറിയിൽ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകേണ്ട തിയറി ഭാഗങ്ങളാണ്. 2 വെയിറ്റേജിനും 3 വെയിറ്റേജിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തത് ഇതിലുള്ള പ്രോബ്ലം ഏരിയാസാണ്. സെറ്റ് ടെസ്റ്റ് എന്താ, ടി ടെസ്റ്റ് എന്താണ്, അത് പ്രോബ്ലമായിട്ട് 3 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ കൈ സ്ക്വയർ ടെസ്റ്റ് 3 മാർക്കിനും 5 വെയിറ്റേജിനും, 3 മാർക്കല്ല 3 വെയിറ്റേജിനും 5 വെയിറ്റേജിനും ചോദിക്കാറുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ അപ്ലിക്കേഷൻസ്. പിന്നെ കണ്ടിജൻസി ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കൈ സ്ക്വയറും ചോദിക്കാറുണ്ട്. പിന്നെ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതിൽ ചോദിച്ച് കാണാറ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും നോക്കാം. പിന്നെ കൈ സ്ക്വയറിൽ കണ്ടിജൻസി ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പം കൈ സ്ക്വയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ 4 ആൻഡ് 5 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.